ഒരാൾ ഫുള്ളി കോൺഷ്യസ് ആയിരിക്കുമ്പോൾ, അതായത് ബോധം കെടുത്താതെ ആ ഒരു വ്യക്തിയെ കീറി മുറിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ജീവനുള്ളൊരു മനുഷ്യരുടെ ശരീരത്തിൽ പ്ലേഗ് പോലെയും കോളറ പോലെയൊക്കെയുള്ള രോഗാണുക്കളെ കുത്തിവെച്ച് അവരുടെ ശരീരത്തിൽ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് പരീക്ഷിച്ചിരുന്ന ഒരു വിചിത്രമായൊരു സ്ഥലം. രണ്ടാം ലോക മഹായുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ഹിറ്റ്ലറുടെയും നാസിയുടെയും ഒക്കെ ക്രൂരതകളാണ്. കാരണം നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ചരിത്രം മാത്രമാണ്. എന്നാൽ ചരിത്ര പുസ്തകങ്ങളിൽ അധികം കാണാൻ കഴിയാത്ത ഇതിനേക്കാളെല്ലാം ഭീകരമായൊരു ചാപ്റ്റർ, ഒരു സംഭവം ജപ്പാനിലുണ്ടായിട്ടുണ്ട്. യൂണിറ്റ് 731. നമ്മൾ മനുഷ്യർക്ക് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും ക്രൂരമായ പരീക്ഷണങ്ങൾ മനുഷ്യനെ വെച്ച് നടത്തിയ സ്ഥലം. ശാസ്ത്രത്തിൻ്റെ പേരിൽ നടത്തിയ മനുഷ്യത്വം മരവിച്ച ആ ഇരുണ്ട കാലഘട്ടത്തിലെ ചില സത്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. അതായത് COVID-19 നാച്ചുറലായിട്ടുണ്ടായതാണോ അതോ ആരുടെയെങ്കിലും പ്ലാൻ ആയിരുന്നോ? സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. 1930കളിൽ ചൈനയിലെ ഹാർബിൻ എന്ന സ്ഥലത്താണ് ജപ്പാൻ വളരെ രഹസ്യമായി ഈ ഒരു പരീക്ഷണശാല നിർമ്മിക്കുന്നത്. പുറത്തു നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് സാധാരണ ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് മാത്രമായിട്ടാണ് തോന്നിയിരുന്നത്. എന്നാൽ അതിനുള്ളിൽ നടന്നിരുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ബയോളജിക്കൽ വാർഫെയർ പരീക്ഷണങ്ങളായിരുന്നു. ഷിരോ ഇഷി എന്ന ഈ ഒരു ഡോക്ടറായിരുന്നു പൈശാചികമായ ഈ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യരെ വളരെ ക്രൂരമായായിരുന്നു ഇയാൾ കൊലപ്പെടുത്തിയിരുന്നത്. ഇവിടെ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടിരുന്ന മനുഷ്യരെ അവർ വിളിച്ചിരുന്നത് മാറൂട്ട എന്നായിരുന്നു. ജപ്പാനീസ് ഭാഷയിൽ ഇതിനർത്ഥം മരത്തടി എന്നാണ്. അതിനർത്ഥം ആ ഒരു പരീക്ഷണശാലയിൽ ഉണ്ടായിരുന്ന മനുഷ്യരെ അവർ മനുഷ്യരായിട്ട് പോലും പരിഗണിച്ചിരുന്നില്ല എന്നതാണ്. ഇതിനകത്ത് നടന്നിരുന്ന പരീക്ഷണങ്ങൾ ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ജീവനുള്ള മനുഷ്യരെ അനസ്തേഷ്യ പോലും കൊടുക്കാതെ കീറി മുറിച്ച് അവരുടെ ശരീരത്തിനുള്ളിലുള്ള ഓരോ ആന്തരികാവയവങ്ങളും എടുത്തു മാറ്റുന്ന സമയത്ത് അവരുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിച്ചിരുന്ന വളരെ ക്രൂരമായ വിവിസെക്ഷൻ. പ്ലേഗ്, കോളറ, ആന്ത്രാക്സ്, ടൈഫോയിഡ് തുടങ്ങിയ മാരകമായ രോഗങ്ങളുടെ രോഗാണുക്കളെ മനുഷ്യരുടെ ശരീരത്തിൽ കുത്തിവെച്ച് അത് മനുഷ്യൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് സ്പ്രെഡ് ആകുന്നതെന്നും അവരുടെ ശരീരത്തെ അത് എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്നും പഠിച്ചിരുന്ന ക്രൂരമായ ജേം വാർഫെയർ പരീക്ഷണം. മാത്രമല്ല പുതിയ ബോംബുകളും ആയുധങ്ങളൊക്കെ പരീക്ഷിക്കാൻ അവർ ഈ മനുഷ്യരെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ ഈ തടവുകാരേക്ക് കെട്ടിയിട്ടിട്ട് ബോംബ് സ്ഫോടനങ്ങൾ നടത്തി. ഓരോ സ്ഫോടനങ്ങളിലും മനുഷ്യ ശരീരങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് നിഷ്കരണം അവർ നോക്കി നിന്നു. കൊടും തണുപ്പിൽ ആളുകളുടെ കൈകാലുകൾ എങ്ങനെയാണ് മരവിക്കുന്നതെന്ന് പഠിക്കുന്നതിന് വേണ്ടി ജീവനുള്ള മനുഷ്യരെ അവർ ഐസിലിട്ടടച്ചു. ഇവരുടെ ഈ ക്രൂരമായ പരീക്ഷണങ്ങളെല്ലാം ഈ ലാബിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. അവർ വികസിപ്പിച്ചെടുത്ത ജൈവായുധങ്ങൾ മനുഷ്യരിൽ നേരിട്ട് ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. ഇതിനായിട്ട് അവർ തെരഞ്ഞെടുത്തത് കൊടും ക്രൂരമായ ഒരു മാർഗമായിരുന്നു. പ്ലേഗ് ബാധിച്ച ലക്ഷക്കണക്കിന് ഈച്ചകളെ പ്രത്യേകം നിർമ്മിച്ച ബോംബുകളിലാക്കിയിട്ട് വിമാനങ്ങളിൽ കൊണ്ടുപോയി അവർ ഈ പറഞ്ഞ ജപ്പാൻ ഗ്രാമങ്ങളിലെല്ലാം വിട്ടു. ഇതിനു പുറമെ ഈ ഗ്രാമങ്ങളിലുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന ജലസ്രോതസ്സുകളിലും അവരുടെ ഭക്ഷണങ്ങളിലുമൊക്കെ ഇവർ ഈ രോഗാണുക്കളെ കൊണ്ടുപോയി കലർത്തി. ഈ രീതിയിൽ ലക്ഷക്കണക്കിന് ആളുകളെ അവർ പരീക്ഷണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൊന്നുതള്ളി. ഗ്രാമങ്ങൾ ശവപ്പറമ്പുകളായി മാറി. ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടും ഇവരൊന്നും ചരിത്രത്തിൽ ശിക്ഷിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു സത്യം. ഈ ക്രൂരതകളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ അമേരിക്കയുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചു. വർഷങ്ങളോളമായിട്ട് മനുഷ്യരിൽ നടത്തിയ ഈ ക്രൂരമായ പരീക്ഷണങ്ങളുടെ സയന്റിഫിക് ഡാറ്റകൾ അമേരിക്കക്ക് കൈമാറാം എന്നതായിരുന്നു ആ ഒരു കരാറിലുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ക്രൂരന്മാർ പലരും പിന്നീട് ജപ്പാനിലെ വലിയ ആശുപത്രികളിലും കമ്പനികളിലുമൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥരായി ജോലി ചെയ്തു. സോ ചരിത്രത്തിൽ വലിയ വിജയികളായിട്ടും വലിയ ശാസ്ത്രജ്ഞരായിട്ടൊക്കെ മുദ്ര കുത്തിയിട്ടുള്ള പലരുടെയും മുഖം സത്യത്തിൽ വികൃതമായിരുന്നു എന്നതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നിങ്ങൾ പറ, COVID-19 നാച്ചുറലായി ഉണ്ടായ ഒരു ഡിസാസ്റ്റർ ആയിരുന്നോ അതോ അതും ഇതുപോലൊരു പ്ലാനിൻ്റെ ഭാഗമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.